ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണേ എന്താ വെച്ചാൽ വെയിറ്റ് ലോസ് ജേർണീനെ പറ്റിയിട്ടാണ്. ആക്ച്വലി കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞ് അതിൻ്റെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കുറേ വെയിറ്റ് ലോസ് ജേർണീനെ പറ്റിയിട്ടുള്ള പാട്ടായിട്ട് ഓരോ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 6 മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് വരുന്ന എക്സസൈസുകളും ഡയറ്റുകളും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതും പാർട്സായിട്ട് തന്നെ ആയിരിക്കും. നമ്മൾ പിന്നെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് കുറച്ച് പിന്നെ ഡ്യൂട്ടിയുടെ തിരക്കൊക്കെ ആയപ്പോൾ നമ്മൾ ആ വെയിറ്റ് ലോസ് ജേർണി വീഡിയോ പാർട്ടുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ആ വെയിറ്റ് ലോസ് ജേർണി വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പറയാൻ പോകണം എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് 1 ഇയറിൻ്റെ കണക്കാണ് പറയണേ. ലാസ്റ്റ് 1 ഇയറിൽ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 kg കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് 2 months കുറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ ഡയറ്റിങ്ങും എക്സസൈസും ഒന്നും ഇല്ല, ആകെ ഡ്യൂട്ടിയുടെ തിരക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 മാസത്തിൽ കുറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് മുമ്പുള്ള ഒരു 1 year ഞാൻ ഓൾമോസ്റ്റ് 20 kg കുറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 6 months എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഈ MDക്ക് ജോയിൻ ചെയ്തതിൻ്റെ ആ ഒരു തിരക്കും അതുപോലെ തന്നെ ഭക്ഷണം പിടിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും അതുപോലത്തെ ഉള്ള ഇതുകൊണ്ട് ഒരു 8 kg ആദ്യത്തെ 6 months കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ബ്രേക്ക് 6 months ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, സ്ട്രെസ്സൊക്കെ കൂടിയ സമയത്ത്. അപ്പോൾ ഞാനപ്പോൾ യോഗ ചെയ്തിരുന്നു, അതുപോലെ തന്നെ വാക്കിംഗ് ചെയ്തിരുന്നു, അതുപോലെ ഞാൻ ഡയറ്റിങ് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഒരു 13 to 14 kg ഞാൻ കുറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ അന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു എത്ര kg ആണ് 6 മാസത്തിൽ ഞാൻ കുറച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 6 മാസത്തിൽ ഈ ഒരു 13 kgs കുറഞ്ഞത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എക്സസൈസുകൾ ഒന്നും ചെയ്യണില്ല, ഡ്യൂട്ടി മാത്രമേ ചെയ്യണുള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള സമയമൊന്നുമില്ല. പിന്നെ ഒരു വാക്കിംഗ് ഉണ്ട്, ഒരു 1.5 kilometer ഈ ഫ്ലാറ്റിൽ നിന്ന് ഹോസ്പിറ്റലിൻ്റെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടേക്ക് എത്താൻ ഒരു 1.5 kilometer. അപ്പോൾ ഡെയിലി മോർണിംഗും നൈറ്റും ആ ഒരു വാക്കിംഗ് അല്ലാണ്ട് വേറെ വാക്കിംഗ് ഒന്നുമില്ല, വേറെ എക്സസൈസ് ഇല്ല. പിന്നെ ഡ്യൂട്ടിയുടെ പണികളുണ്ട്, അപ്പോൾ അത് തന്നെ കുറച്ച് എക്സസൈസുകളുണ്ട്. ഡയറ്റിങ് ഇല്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കാരണം ഭക്ഷണം നമ്മൾ മോർണിംഗ് ഇൻഫെക്ഷൻ കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഒന്ന് കുറയും, അപ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് ഡയറ്റിങ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡയറ്റിങ് അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓൾറെഡി എൻ്റെ വെയിറ്റ് ലോസ് ജേർണി വീഡിയോ കണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും വാക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കാലറി ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ പുതിയതായിട്ട് എന്നോട് വെയിറ്റ് ലോസ് ജേർണിയുടെ വീഡിയോ ഒന്ന് ഇടാൻ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാതും പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം പോയിട്ട് എല്ലാ എക്സസൈസും ചെയ്ത് പെട്ടെന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിങ്ങൊക്കെ ചെയ്താൽ ഓക്കെ, ചിലപ്പോൾ ഒരു വീക്കിൽ പെട്ടെന്ന് വെയിറ്റൊക്കെ കുറഞ്ഞു എന്ന് വരും. പക്ഷേ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തടി കൂടുകയും ചെയ്യും. നമ്മൾ ചെയ്യണ എക്സസൈസ് ആണെങ്കിലും ഡയറ്റിംഗ് ആണെങ്കിലും അത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമാണെങ്കിൽ അതാണ് ബെറ്റർ. ആ ഒരു തരത്തിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 minutes വാക്കിങ് മോർണിംഗും ഈവനിങ്ങും സ്റ്റാർട്ട് ചെയ്തു. 10 minutes, ആകെ 10 minutes ഉള്ളൂ. കാരണം നമ്മൾ പെട്ടെന്ന് കുറേ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ക്രാംസ് വരാനും അതുപോലെ തന്നെ ഇഞ്ചുറികൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം മോർണിംഗ് ഒരു 10 minute, ഈവനിങ് ഒരു 10 minute. അതും സമയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ 10 മണിക്ക് മുമ്പായിട്ടും അതുപോലെ തന്നെ മോർണിംഗ് 10 മണിക്ക് മുമ്പായിട്ടും അതുപോലെ തന്നെ ഈവനിങ് ഒരു 4 മണിക്ക് ശേഷം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല വലിയ കുഴപ്പമില്ലാത്ത വെയിലും അതുപോലെ തന്നെ വെയിൽ കാരണം വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ ബോഡിയിൽ ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യണ വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്ക് മുമ്പുള്ള വെയിലും അതുപോലെ തന്നെ 4 മണിക്ക് ശേഷമുള്ള ആ ഒരു വെയിൽ കൊള്ളാണ്. അതായത് വലിയ നട്ടുച്ച നേരത്ത് നടക്കുന്നത് അത്ര നല്ലതല്ല. ഓക്കെ,
പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ നടത്താൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വേറെ വാട്ടർ റെസ്ട്രിക്ഷനൊന്നും പറയാത്ത ആൾക്കാർ, വാട്ടർ റെസ്ട്രിക്ഷൻ പറയാമെന്ന് പറഞ്ഞാൽ ഈ എന്താണ് കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാർ, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ലിവറിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ കാരണം ഡോക്ടർമാർ വാട്ടർ റെസ്ട്രിക്ഷൻ ഇത്ര ലിറ്ററാണ് കുടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ അല്ലാത്ത ആൾക്കാർ, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് വാട്ടർ ഇൻടേക്ക് കൂട്ടാൻ ശ്രമിക്കുക. ഒരു 2 to 3 liters മിനിമം കുടിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു 2 ആഴ്ച പോട്ടെ. അപ്പോൾ ആ ഒരു വാക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമൊക്കെ ഓക്കെ, ആദ്യത്തെ ദിവസം നമ്മൾ വാക്ക് ചെയ്യും, പിന്നെ മടി പിടിക്കും, അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ സ്റ്റാർട്ടിങ്. ഇങ്ങനെ തന്നെയാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ബൈ.